ഭോപ്പാലിലെ ബിജെപി സ്ഥാനാർത്ഥിയും മലേഗാവ് സ്ഫോടന കേസിലെ പ്രതിയുമായ പ്രജ്ഞ താക്കൂർ എന്ന സാധ്വി പ്രജ്ഞയുടെ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത്. ഗോമൂത്ര മിശ്രിതവും പശുക്കളിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കുന്ന മറ്റുൽപ്പന്നങ്ങളും തന്റെ അർബുദം ഇല്ലാതാക്കിയെന്നാണ് സാധ്വി പ്രജ്ഞ പറയുന്നത്. ഒരു അഭിമുഖത്തിൽ പശുക്കളെ ചുറ്റിപ്പറ്റിയുള്ള വർത്തമാനകാല രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അവർ. പലയിടങ്ങളിലും ഗോക്കളോട് പെരുമാറുന്നത് വേദനാജനകമാണ്. ഗോധനം അമൃതാണ്, സാധ്വി പറയുന്നു. പശുക്കളിൽ നിന്നും ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ആരോഗ്യ നേട്ടങ്ങളെയും സാധ്വി പുകഴ്ത്തി. ഗോമൂത്രം കുടിച്ച് തന്റെ സ്ഥാനാർബുദം മാറിയതാണ് സാധ്വി സ്വന്തം അനുഭവത്തിൽ നിന്നും എടുത്തു പറയുന്ന നേട്ടം. തനിക്ക് സ്ഥാനാർബുദമുണ്ടായിരുന്നു. ഗോമൂത്രവും പഞ്ചഗവ്യം ചേർത്ത ആയുർവേദ മരുന്നും കഴിച്ചാണ് രോഗം ഭേദമാക്കിയതെന്നും സാധ്വി അവകാശപ്പെട്ടു. ഗോമൂത്രം, ചാണകം, നെയ്, തൈര്, പാൽ എന്നിവ നിശ്ചിത അളവിൽ ചേർത്ത് പുളിപ്പിക്കുന്നതാണ് പഞ്ചഗവ്യം. ഈ ചികിത്സയുടെ ജീവിക്കുന്ന തെളിവാണ് താനെന്നും സാധ്വി അവകാശപ്പെട്ടു. ഒരാൾ പശുവിനെ ഒരു പ്രത്യേക രീതിയിൽ തടവിയാൽ അയാളുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നാണ് സാധ്വി അവകാശപ്പെടുന്നത്. പിന്നിൽ നിന്നും കഴുത്തിലേക്ക് തടവിയാൽ ഗോമാതാവിന് സന്തോഷമാവും. അത് നിങ്ങൾ ദിവസവും ചെയ്താൽ നിങ്ങളുടെ രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമാവും. തിരിച്ചാണ് തടവുന്നതെങ്കിൽ രക്തസമ്മർദ്ദം മാറില്ല. ഇത് ശാസ്ത്രീയമാണെന്നും സാധ്വി അവകാശപ്പെടുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഭോപ്പാലിലെ ബിജെപി സ്ഥാനാർത്ഥിയായ സാധ്വി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മന്ത്രധ്വനികളുടെ സാന്നിധ്യത്തിലായിരുന്നു നാമനിർദ്ദേശ സമർപ്പണം. മലേഗാവ് സ്ഫോടന കേസിൽ പ്രതിയായ സാധ്വി ഇപ്പോൾ ജാമ്യത്തിലാണ്. മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗിനെതിരെയാണ് സാധ്വിയുടെ മത്സരം. മലേഗാവ് സ്ഫോടന കേസിലെ പ്രതിയാണ് ബിജെപി ഭോപ്പാലിൽ സീറ്റു നൽകിയ സാധ്വി പ്രജ്ഞ. ഇവരെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുതെന്ന് കൊല്ലപ്പെട്ടവരുടെ കുടുംബം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. 8 വർഷത്തിലധികം ജയിലിൽ കഴിഞ്ഞ പ്രജ്ഞയ്ക്ക് 2017 ജാമ്യം ലഭിച്ചത്. തനിക്ക് സ്ഥാനാർബുദമാണെന്നും മറ്റുള്ളവരുടെ സഹായമില്ലാതെ നടക്കാനാവില്ലെന്നും ഇവർ കോടതിയെ ബോധിപ്പിച്ചിരുന്നു. എന്നാൽ കനത്ത വെയിലിലും തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പൂർണ്ണ ആരോഗ്യം ഇവർക്കുണ്ടെന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. പ്രജ്ഞയെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള ബിജെപി തീരുമാനം കടുത്ത വിമർശനത്തിനിരയായിരുന്നു. ഭീകരവാദ കേസിൽ വിചാരണ നേരിടുന്നയാളാണ് ബിജെപി സ്ഥാനാർത്ഥിയാക്കിയതെന്ന് ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഉമർ അബ്ദുള്ള കുറ്റപ്പെടുത്തി. ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് പ്രജ്ഞയ്ക്ക് ജാമ്യം കിട്ടിയതെന്നും എന്നാൽ ജയിലിൽ കിടക്കാൻ ആരോഗ്യമില്ലാത്ത പ്രജ്ഞ എങ്ങനെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകുമെന്നും ഉമർ അബ്ദുള്ള ചോദിച്ചിരുന്നു. ബിജെപിയുടേത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നും ഉമർ പറഞ്ഞു. തന്റെ പാർട്ടി ഇത്തരമൊരു തീരുമാനമെടുത്താലുള്ള പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നായിരുന്നു PDP നേതാവ് മെഹബൂബ മുഫ്തി പ്രജ്ഞയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ചോദിച്ചത്. ഞാനൊരു തീവ്രവാദ ആരോപിതനായ വ്യക്തിയെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന രോഷം സങ്കല്പിച്ചു നോക്കൂ. മെഹബൂബ ടെററിസ്റ്റ് എന്ന ഹാഷ്ടാഗ് ട്രെൻഡാക്കി ചാനലുകൾക്ക് സമനില തെറ്റുമായിരുന്നു. ഈ മനുഷ്യർക്ക് കാവ്യ മതഭ്രാന്തന്മാരുടെ കാര്യം വരുമ്പോൾ ഭീകരതയ്ക്ക് മതമില്ലാതാകും. അല്ലാത്ത സമയത്തെല്ലാം എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ്, നിരപരാധിയാണെന്ന് തെളിയും വരെ തെറ്റുകാരാണ് എന്നായിരുന്നു മെഹബൂബ പറഞ്ഞത്. 2008 നടന്ന മലേഗാവ് സ്ഫോടനത്തിൽ 6 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.